ക്രിസ്റ്റഫർ നോളൻ ഈ ഒരു പേര് മതി നമുക്കിപ്പം ഇന്ത്യക്കാർക്ക് പോലും ഇങ്ങനെയുള്ള സിനിമ. ക്രിസ്റ്റഫർ നോളൻ എന്ന് പറഞ്ഞ സംവിധാനമാണെങ്കിൽ മിനിമം ഗംഭീര സിനിമയായിരിക്കും എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇപ്പം നമ്മൾ ഏത് സിനിമകളും തിയേറ്ററിൽ പോയി കാണുന്ന ഒരു രീതിയായി. നേരത്തെ നമ്മൾ ഒരു പക്ഷേ OTT വരുമ്പോഴോ അല്ലെങ്കിൽ OTTക്ക് മുമ്പേ ഈ പടം ഏതെങ്കിലുമൊക്കെ സ്ട്രീമിങ്ങിൽ ഏതെങ്കിലുമൊക്കെ കാണുമായിരുന്നു. തിയേറ്ററിൽ പോയി എല്ലാവരും കാണുന്ന രീതിയൊന്നുമില്ല. ഇപ്പം പക്ഷേ തിയേറ്ററിൽ പോയി ഏത് പടം ഗംഭീരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കും. പ്രത്യേകിച്ചും ഈ പടം ഒഡീസി എന്ന് പറഞ്ഞ പടം ഗംഭീര തിയേറ്ററിൽ കണ്ടാൽ ഒരു രക്ഷയില്ല. ഇപ്പോൾ ഏരീസ് പ്ലസോ അല്ലെങ്കിൽ PVR പോലുള്ള തിയേറ്റർ നമുക്കിപ്പോൾ IMAXിൽ കാണാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. ഞാൻ പോയി കണ്ടത് കൊല്ലം പാരിപ്പള്ളിയിലുള്ള തിയേറ്ററിലാണ്. നല്ല ദൂരം പോയാണ് ഞാൻ പോയി കണ്ടത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ആ ഒരു വൈബ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം. IMAXിൽ കാണുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ഗംഭീരമാണ്. പിന്നെ പടത്തെക്കുറിച്ച് അധികം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അതുപോലെ സ്പോയിലറാണ്. അതിഗംഭീര സിനിമയാണ്. ക്രിസ്റ്റഫർ നോളന്റെ ഈ സ്ഥിരം പാറ്റേണുള്ള ഒരു സിനിമയും അല്ല, ഗംഭീര സിനിമയാണ്, ഒരു രക്ഷയില്ലാത്ത സിനിമയാണ്. ഈ സിനിമ നേടിയ കളക്ഷൻ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇന്ന് വരെയുള്ള കളക്ഷൻ ഏകദേശം 70 കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്തത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഏകദേശം 2-3 ദിവസം കൊണ്ട് 100-120 കോടി രൂപ ഇന്ത്യയിൽ നിന്ന് മാത്രം കളക്ട് ചെയ്യുന്ന സിനിമയുമാണ്. അന്നേരം ഇതുവരെയും ഇറങ്ങിയ ഹോളിവുഡ് സിനിമകളിൽ ഇത്ര ഇനീഷ്യൽ പുള്ള് നേടിയ പടം വേറെ ഇന്ന് വരെയും വേറൊരു പടം ഇല്ല.